ചേച്ചി അതേപോലെ നമുക്ക് മലയാളികളുടെ ഇടയിൽ ഒരു പൊതുവേ ഒരു ചർച്ച എന്നാണെന്നറിയോ, ഇപ്പൊ ഞാനായാലും അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ചേച്ചി അഭിനയിച്ച സമയത്ത്, ഒരു പീക്കിലായിരുന്ന സമയത്ത് ഇവർ ഫിലിം വിട്ടിട്ട് പോകുന്നു. അത് നമ്മുടെ ഇഷ്ടം, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ പിന്നെ പറയുന്ന റൂമേഴ്സ് എന്നാന്ന് വെച്ചാൽ ഭർത്താവ് അഭിനയിക്കാൻ വിടില്ല, അത് അവരുടെ കീഴിലാണ്, അതുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റൂമർ. ചേച്ചി ആ വേർഡ് മനസ്സിലാക്കണം. മനസ്സിലായി റൂമർ. അതിനോട് ചേച്ചി എങ്ങനെ അത് റൂമർ? എനിക്ക് 100% എൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ്. 100% ഞാനാണ്. എൻ്റെ ഒരു ആഗ്രഹം കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. പിന്നെ കാരണം എൻ്റെ അമ്മ അച്ഛൻ 2 പേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ വരുമ്പോഴോ വീട് പൂട്ടിയിരിക്കുന്നത് ഭയങ്കര സങ്കടമാണ്. വെയിറ്റ് ചെയ്യും അങ്ങനെ. അപ്പം എനിക്ക് അങ്ങനെയല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പം ഇവരുടെ കൂടെ ഇരിക്കണം. കുഞ്ഞിന് ആഹാരം കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ സെർവൻസിനെ കൊണ്ട് കൊടുപ്പിക്കും. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഞാൻ തന്നെ കയ്യിൽ കുഴച്ച് കൊടുക്കണം. എനിക്ക് സ്പൂണിൽ കൊടുക്കുന്നത് ഇഷ്ടമില്ല. ഞാൻ എൻ്റെ രേവതിക്കൊക്കെ വായിൽ കൊടുക്കണ കണ്ട ഇവിടെ നിന്ന് ഇങ്ങി വരെ ഇത്രയും കിടക്കും. ഞാൻ വടിച്ച് തുടച്ചിങ്ങനെ അങ്ങനെ കൊടുക്കണം. പിന്നെ ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്തേക്ക് എൻ്റെ കയ്യിൽ നഖം വയ്ക്കില്ല. കോട്ടൺ സാരിയേ ഉടുക്കുള്ളൂ. നൈലക്സ് അങ്ങനത്തെ എടുത്ത് അവരെ ഇടുപ്പത്ത് കയറ്റുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും റാഷസ് വരുമോ എന്നുള്ളതാണ്. പക്ഷെ അപ്പം എന്നോട് നിങ്ങളൊരു സിനിമാ നടിയല്ലേ, നെയിൽസ് വെച്ചുകൂടെ, നെയിൽ പോളിഷ് ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ അവളുടെ അമ്മയാണ് എന്ന് പറയും. എന്നുവെച്ചാൽ അങ്ങനെ അതെനിക്കൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് അവരുടെ കൂടെ ഇരിക്കണം, എപ്പോഴും കൂടെ ഇരിക്കണം, ഇവരുടെ കൂടെ എവിടെയെങ്കിലും പോകണം. എനിക്ക് സുരേഷ് ഏട്ടൻ എപ്പോഴും പറയും, കോഴിയും കുഞ്ഞുങ്ങളും പോലെ ചിറകുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഐ എൻജോയ്ഡ് ദ ലൈഫ്. ഈ പിള്ളേര് വലുതായി ഞാൻ ഒറ്റയ്ക്ക് ഒരു പണിയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ആരും ഉണ്ടാവില്ല. നമ്മൾ മാത്രം ഉണ്ടാവും. സുരേഷ് ഏട്ടൻ പിള്ളേർ പഠിക്കാൻ പോയി വലുതായി, ആരും ഉണ്ടായില്ല. അവരവരുടെ പാട്ടിൽ പോകുമ്പോൾ മൂത്ത മോൾ അങ്ങ് സ്റ്റേറ്റ്സിൽ പോയി, ഇളയ മോളാണെങ്കിൽ ബിസിയായി എല്ലാം. അപ്പം അങ്ങനെ ആവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ ഇനി വേണമെങ്കിൽ നിനക്ക് ആഗ്രഹമാണെങ്കിൽ പൊക്കോന്ന്. ചേച്ചീനെ അഭിനയിക്കില്ലേ? ഞാനാ ഇനി നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും അഭിനയിക്കും. അതാ ഒരു ഓപ്പോളിന്റെ ക്യാരക്ടർ നല്ലതായിരിക്കണം. പിന്നെ നമ്മുടെ ക്രൂ നന്നായിരിക്കണം. എല്ലാം കൂടെ ഒത്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. കന്നഡത്തില് അവര് പറയുന്നത് ആരുമില്ല, നീ ഞങ്ങൾക്ക് വിട്ടു തരണേ എന്ന് പറഞ്ഞ്. കന്നഡ ഒക്കെ നോക്കാത്ത എന്താ ചേച്ചി? അവിടെ അങ്ങനെ ഞാൻ നോക്കിയില്ല. വരണം എന്നുണ്ടെങ്കിൽ തന്നെ വരും. അതാ നമുക്ക് വിധിക്കപ്പെട്ടത്. എൻ്റെ അമ്മ എപ്പോഴും പറയും, ദേഹം മുഴുവനെ എണ്ണ പുരട്ടിയിട്ട് മണലിൽ ഉരുണ്ടാലും ഒട്ടുന്ന മണ്ണേ ഒട്ടുള്ളൂ. കറക്റ്റ്. എന്തിനു കിടന്ന് ഞാൻ കിടന്ന് ഇങ്ങനെ വരണമെങ്കിൽ വരും. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. Let's cook with love.